പാലക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ദിവ്യാംഗരായ കുട്ടികൾക്ക് വേണ്ടി ആരംഭിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രം ഹെഡ്ഗേവാർ മെമ്മോറിയൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ തറക്കല്ലിടൽ ചടങ്ങ് തടസ്സപ്പെടുത്താൻ യൂത്ത് കോൺഗ്രസ് നീക്കം. ഹെഡ്ഗേവാറിന്റെ പേര് നൽകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് പ്രതിഷേധം. ചടങ്ങിലേക്ക് അതിക്രമിച്ച് കയറിയ യൂത്ത് കോൺഗ്രസുകാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയിട്ടുമുണ്ട്. അരുൺ ആലത്തൂർ അവിടെ നിന്നും തത്സമയം ചേരുകയാണ് വിവരങ്ങളുമായി. അരുൺ, എന്താണ് സംഭവിച്ചത്? അനു, പാലക്കാട് ഈ ദിവ്യാംഗരായ കുട്ടികൾക്ക് വേണ്ടി പാലക്കാട് നഗരസഭ നടപ്പാക്കുന്ന പദ്ധതി, അതായത് അവരുടെ നൈപുണ്യ വികസനത്തിന് വേണ്ടി ഒരു കെട്ടിടം നിർമ്മിക്കുകയാണ്. ഡോക്ടർ കെ.ബി. ഹെഡ്ഗേവാർ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ, മെമ്മോറിയൽ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്നുള്ളതാണ് ഇതിൻ്റെ പേര്. ഈ പേര് ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പേര് നൽകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഈ പരിപാടിയിലേക്ക് വലിയ അതിക്രമവും ഇവർ രംഗത്തെത്തിയിരിക്കുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകരും അതുപോലെ തന്നെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ പരിപാടി സ്ഥലത്തേക്ക് അതിക്രമവുമായി എത്തി. ആദ്യം യൂത്ത് കോൺഗ്രസ്സുകാരാണ് അതിക്രമവുമായി എത്തിയത്. അവർ ഈ തറക്കല്ലിടുന്നത് തടയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇത്തരത്തിൽ അവർ കടന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളായിട്ടുള്ള ആളുകൾ വന്നുകൊണ്ട് ഇവിടെ ഇതിനെ ശിലാഫലകം ഉൾപ്പെടെ തകർത്തുകൊണ്ട് വലിയ അതിക്രമം നടത്തുന്നു. ഈ സ്റ്റേജിൽ നഗരസഭയുടെ ചെയർമാനും വൈസ് ചെയർപേഴ്സൺ അതുപോലെ തന്നെ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ആ സ്റ്റേജിനെ പോലും തകർത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അതിക്രമവുമായി ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും ഒക്കെ ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് കാണുന്നത്? വലിയൊരു ഗുണ്ടായിസം പോലെയാണല്ലോ ഇപ്പോൾ ഇവിടെ ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും ഒക്കെ ഒരു പരിപാടി, മാന്യമായി നടക്കുന്ന പരിപാടിയിലേക്ക് ഇരച്ചു കയറി എത്തുന്നു. അതിനുശേഷം അവിടുത്തെ ആ ശിലാഫലകം ഉൾപ്പെടെ തകർക്കുന്നു, സ്റ്റേജിനെ തകർക്കുന്നു, മൈക്കിനെ തകർക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഏറ്റവും വലിയ ഗുണ്ടായിസമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ ആദ്യത്തെ നൈപുണ്യ വികസന കേന്ദ്രമാണ് ഇവിടെ ആരംഭിക്കാനിരുന്നത്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഈ സർക്കാർ ഒന്നും ചെയ്യില്ല എന്ന് മാത്രമല്ല, ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അവരുടെ ഗുണ്ടകൾ ഇത് തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് തികച്ചും അസഹിഷ്ണുത മാത്രമാണ്. ഡോക്ടർജിയുടെ പേര് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രേരണ നൽകി, രാഷ്ട്ര സേവനത്തിന് ഇറങ്ങാനായിട്ട് പ്രേരണ നൽകിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് നൽകിയതിനാണ് ഇവർക്ക് ഏറ്റവും വലിയ അസഹിഷ്ണുത. ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിടുന്നതിൽ വിരോധമില്ല. ഇവർ പറയുന്നത് ജനപ്രതിനിധിയുടെ പേര് തന്നെ ഇടണം എന്നാണ് പറയുന്നത്. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ജനപ്രതിനിധികളുടെ പേര് മാത്രമേ ഇടാൻ പാടുള്ളൂ എന്നുള്ളത്? ഇന്ദിരാഗാന്ധിയുടെ പേര്, ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര്, സഞ്ജയ് ഗാന്ധിയുടെ പേര്, ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒട്ടനവധി ആളുകളുടെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് രാഷ്ട്ര സേവനത്തിന് പ്രേരണ നൽകുന്ന ആളുകളുടെ പേരിടുന്ന സമയത്ത് ഇവർക്ക് എന്തിനാണ് ഇത്തരത്തിലൊരു അസഹിഷ്ണുത എന്ന് മനസ്സിലാവുന്നില്ല. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ഏറ്റവും വൃത്തികെട്ട രീതിയിലാണ് ഇന്ന് ഈ പരിപാടി അവർ അലങ്കോലമാക്കിയിരിക്കുന്നത്. ഇവിടെ പൊതുമുതൽ നശിപ്പിക്കുന്ന വിധത്തിലുള്ള സംഗതികളടക്കം ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലൊരു സമരം ഇവിടെ നടക്കുമെന്ന് മനസ്സിലായിട്ടും പോലീസ് വേണ്ട വിധത്തിലുള്ള ഫോഴ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഇത് ബോധപൂർവം മാർക്സിസ്റ്റ് പാർട്ടിയും അതേപോലെ തന്നെ ഡിവൈഎഫ്ഐയും അവരുടെ കൂട്ടാളികളും അവരുടെ ഗുണ്ടകളും ഈ പരിപാടി അലങ്കോലമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഒരു ഗുണ്ടായിസം എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇപ്പോൾ ചെയർപേഴ്സൺ ഉൾപ്പെടെ ഇരിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് ഈ സ്റ്റേജിൻ്റെ ആ ഫ്ലക്സിനെ വലിച്ചു കീറുന്നു, ഇവിടെ ശിലാഫലകം തകർക്കുന്നു, സ്റ്റേജ് തകർക്കുന്നു. പോലീസാണെങ്കിൽ കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ്. അതെ, അതായത് പാലക്കാട് നഗരസഭ ഇപ്പോൾ കേരളത്തിൽ തന്നെ 87 നഗരസഭകളിൽ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അതിൻ്റെ അസഹിഷ്ണുതയാണ് ഇപ്പോൾ ഇവിടെ ഡിവൈഎഫ്ഐയും അതുപോലെ നമ്മുടെ കോൺഗ്രസിൻ്റെ ആൾക്കാരും ഇവിടെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും പറഞ്ഞാൽ പാലക്കാട് നഗരസഭ ഒരു ബഡ്സ് സ്കൂളിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് ഇതിനു വേണ്ടി നടക്കുകയാണ്. ഭിന്നശേഷിക്കാർ കുട്ടികൾക്ക് ഇത്തരത്തിലൊരു സ്ഥാപനം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു തടസ്സവും പാലക്കാട് നഗരസഭയെ ഞങ്ങൾ ബാധിക്കില്ല എന്നുള്ളത് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പേരിൽ തന്നെ ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. ഗുണ്ടകളുടെ ഭീഷണിയൊന്നും ഗുണ്ടകളുടെ ഭീഷണിയൊന്നുമില്ല. അവര് ഇതിനെ പ്രതിഷേധിക്കുക എന്നുള്ളത് അവരുടെ ധർമ്മമാണ്. ആ പ്രതിഷേധം നമുക്കൊരു ചുക്കുമല്ല ചുണ്ണാമ്പും അല്ലാതെ ഞാൻ പറയണേ. ഇവിടെ അത് എന്തായാലും ആ ബിൽഡിംഗ് ഇവിടെ വന്നിരിക്കും.
അത് ഉറപ്പാണ്. പാലക്കാട് നഗരസഭ BJP ഭരിക്കുന്നുണ്ടെങ്കിൽ ഈ കെട്ടിടം ഇവിടെ ഉയരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് തന്നെയാണ് ഏതായാലും ഈ ഇവരുടെ ഭാഗത്ത് നിന്ന്. പാലക്കാട് നഗരസഭയിൽ ഏകദേശം 200ഓളം കുട്ടികൾ വീട്ടിൽ കുട്ടികളെ കെട്ടിയിട്ടിട്ടാണ് അമ്മമാർ പുറത്തു പോകുന്നത്. ആ കുട്ടികളുടെ അമ്മമാരുടെ വിഷമം നമ്മളാണ് കണ്ടിരിക്കുന്നത്. പാലക്കാട് നഗരസഭയിൽ ഇതുപോലെ നമ്മളൊരു ഈ സെന്റർ വന്നാൽ ആ അമ്മമാർക്ക് തൊഴിലും ചെയ്യാം, കുട്ടികളെയും നോക്കാം. അതിനനുസരിച്ചുള്ള സ്ഥലം കണ്ടെത്തി ഇത് നടത്തുന്നതാണോ കുറ്റം? കാരണം ഇത് പേരിലല്ല, ഇത്രയും കുട്ടികളുടെ രക്ഷിതാക്കളുടെ ഒരു വിഷമമാണ് പാലക്കാട് നഗരസഭ നടത്തി വരുന്നത്. അതിലേക്ക് വന്നതിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. അതുതന്നെയാണ് ഈ അമ്മമാർക്ക് അവർക്ക് ജോലിയും ചെയ്യാം, ഒപ്പം ഈ കുഞ്ഞുങ്ങളെ ഇവിടെ പഠിപ്പിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഈ ബഡ്സ് സ്കൂളിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോഴാണ് ആ പരിപാടിയിലേക്ക് ഇത്തരത്തിൽ ഒരു അതിക്രമവുമായി DYFI ഗുണ്ടകളും അതുപോലത്തെ യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ എത്തിയിരിക്കുന്നത്. ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങളോ മറ്റോ ഒക്കെ ആണെങ്കിൽ അതിനെ അംഗീകരിച്ചു കൊടുക്കുന്നവർ തന്നെയാണ് തങ്ങൾ എന്നുള്ളതാണ് നഗരസഭ പറയുന്നത്. പക്ഷേ ഇതല്ല, ഇത് കൃത്യമായിട്ടുള്ള ബോധപൂർവം ഇതിനെ തകർത്തുകൊണ്ട് ഇപ്പോൾ വലിയ അതിക്രമമാണ് ഇവിടെ അരങ്ങേറിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ശിലാഫലകത്തെ ഉൾപ്പെടെ തകർത്തിരിക്കുന്നു. പോലീസുകാരാണെങ്കിൽ ഏകദേശം കുറച്ച് പോലീസുകാർ മാത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഗുണ്ടകളെ നിയന്ത്രിക്കുന്നതിന് മറ്റൊന്നും പോലീസിന് കൃത്യമായി കഴിഞ്ഞിട്ടുമില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഒരു കാര്യം, അതായത് ഈ പോലീസുകാർ നോക്കി നിൽക്കുകയാണ്. അല്പം മുൻപ് ആ സ്റ്റേജിന്റെ പിന്നിലുള്ള ആ ഒരു ബാനർ വലിച്ചു കയറിയത് പോലീസുകാർ നോക്കി നിൽക്കെ തന്നെയാണ്. വലിയ ഒരു പ്രതിഷേധമാണ്. ഇവിടെ ഒരുപാട് ആളുകൾ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട്, അമ്മമാരും മറ്റുമൊക്കെ ദിവ്യാംഗരായ ആളുകളുടെ. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പദ്ധതി എന്താ കാണുന്നത്? വളരെ വിഷമമുണ്ട്. ഈ ഭിന്നശേഷി കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെയൊരു പാർട്ടി ഭേദമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നവരിൽ നല്ല വിഷമമുണ്ട്. നല്ലൊരു കാര്യം സാധിക്കുന്നതിൽ അവർ തീരെ മര്യാദ ഇല്ലാതെ കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്താ അറിയോ, ശരിക്കും ഭൗതിക ഭിന്നശേഷി, അതായത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാപനം മുനിസിപ്പാലിറ്റിയിലേ ഇല്ല. ഏറെക്കാലമായി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പക്ഷെ അതിൽ രാഷ്ട്രീയം, ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല, എങ്ങനെയാണ് അത് രാഷ്ട്രീയം വന്നതെന്നുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു സ്ഥാപനം എത്രയും പെട്ടെന്ന് വേണം. കാരണം ഭിന്നശേഷി, അതായത് 18 കഴിഞ്ഞുള്ള കുട്ടികൾക്ക് ഒരു നൈപുണ്യ വികസനത്തിന് വേണ്ടിയിട്ട്, അവർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്, അതുപോലെ അവർക്കൊരു ഡേ കെയർ സെൻ്ററായിട്ട് ഒരു സ്ഥാപനം എത്രയും പെട്ടെന്ന് വേണം. ഈ രാഷ്ട്രീയം അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ച് ഞങ്ങളുടെ ഈ ഭിന്നശേഷി മേഖല, പ്രത്യേകിച്ച് ഭൗതിക ഭിന്നശേഷി മേഖലയ്ക്ക് സപ്പോർട്ടുള്ളൊരു സ്ഥാപനം എത്രയും പെട്ടെന്ന് ഇവിടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുതന്നെയാണ് ഇവരുടെയൊക്കെ ആവശ്യം. ഈ ഒരു പദ്ധതി വരിക എന്നുള്ളത് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരായ ദിവ്യാംഗരായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. അവരുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമുള്ള കാര്യമാണ് ഇത്തരമൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഇവിടെ വരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടെയാണ് എല്ലാവരും ഇത് നോക്കിക്കണ്ടത്. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഒരുപാട് ആളുകൾ, അല്ലേ, നിങ്ങളൊക്കെ ഒരുപാട് നേരത്തെ വന്ന് ഇവിടെ പരിപാടിക്ക് വേണ്ടി വന്നത്? ഞങ്ങൾ 9 മണിക്ക് ഇവിടെ എത്തിയതാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടൊരു സ്ഥാപനം വരുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷിച്ച് വന്നവരാണ്. കാരണം ഞങ്ങൾ ഇതുവരെയും ആരും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഞങ്ങൾക്ക് പൊളിറ്റിക്സോ അല്ലെങ്കിൽ ആരുടെ താല്പര്യമോ അല്ല പ്രധാനം. ഞങ്ങളുടെ കുട്ടികൾക്കുള്ള ഒരു പ്രവൃത്തി, അവർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനം, അതിനെ അലങ്കോലപ്പെടുത്തുന്നതിൽ വളരെ വളരെ ദുഃഖമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തുടർന്നു പോകാൻ പേരിലല്ല കാര്യം, പ്രവൃത്തിയിലാണ് കാര്യം എന്ന് ജനങ്ങൾ മനസ്സിലാക്കുക. ഇത് ആർക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക. ഇവർക്ക് അവരുടെ ആവശ്യങ്ങൾ സ്വയം പറയാൻ പറ്റാത്ത കുട്ടികളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും കുറേയെങ്കിലും ക്ഷമ കാണിച്ചിട്ട് ഈ ഒരു പ്രസ്ഥാനം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഏറ്റവും അധികം ആഗ്രഹിച്ച വ്യക്തിയിൽ ഒരാളാണ്. എനിക്കൊരു മകനും ഭിന്നശേഷിയുള്ള കുട്ടിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സ്ഥാപനം പ്രത്യേകിച്ച് വരുന്നത് വളരെയധികം സന്തോഷമാണ്. ഈ കുട്ടികൾക്ക് വേണ്ടി എല്ലാവിധമായ സപ്പോർട്ടും വി ആർ റെഡി ടു ഡു ഇറ്റ്. താങ്ക് യു. എല്ലാവർക്കും പറയാനുള്ളത്, ഇത്തരത്തിലൊരു സ്ഥാപനം സംസ്ഥാനത്ത് തന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളോ മറ്റോ ഒന്നുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഭാഗത്താണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ വരുന്നത്. അത് പാലക്കാട് നഗരസഭ മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിൽ ദിവ്യാംഗരായ കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അത് ഒരുപാട് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. പക്ഷേ അതിനെയാണ് ഇങ്ങനെ ബോധപൂർവം അലങ്കോലപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പേര് പറഞ്ഞു എന്ന കാരണം കൊണ്ട് വലിയ രീതിയിൽ ഇവിടെ ഒരു അക്രമം അഴിച്ചു വിട്ടിരിക്കുന്നത് നമുക്ക് ആ ശിലാഫലകത്തിനെയൊക്കെ തകർത്ത് ഇവിടെ ഇട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ആദ്യം യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഇവിടെയൊക്കെ പ്രതിഷേധവുമായിട്ട് എത്തിയത്. യൂത്ത് കോൺഗ്രസ്സുകാർ പാഞ്ഞടുക്കുകയും തുടർന്ന് അവർ ഈ തറക്കല്ലിട്ട ഭാഗത്ത് ആ തറക്കല്ലിടാൻ പോലും അനുവദിക്കാതെ, ആ തറക്കല്ലിടേണ്ട ഭാഗത്ത് തറക്കല്ലിടാൻ അനുവദിക്കാതെ അവിടെ പ്രതിഷേധിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ്സുകാർ ചെയ്തത്. തറക്കല്ലിടേണ്ട ആ കുഴിയിലേക്കും മറ്റുമൊക്കെ ഇറങ്ങി നിന്നുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ്
ഒരു ഭാഗത്ത് പ്രതിഷേധിച്ചത്. ആ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം അങ്ങനെ തുടരുമ്പോഴാണ് അപ്പുറത്ത് നിന്നും ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ അതിക്രമിച്ച് കയറിക്കൊണ്ട് ഈ സ്റ്റേജിനെയൊക്കെ ഇങ്ങനെ തകർക്കുന്ന തരത്തിൽ, അതിൻ്റെ ശിലാഫലകത്തെ തകർക്കുന്ന തരത്തിൽ പ്രതിഷേധവുമായിട്ട് ഇവർ എത്തിയത് എന്നുള്ളതാണ്. ഏതായാലും വലിയ അതിക്രമം തന്നെയാണ് ഈ ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പേര് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിവ്യാംഗരായ കുട്ടികൾക്ക് അവരുടെ കുടുംബങ്ങൾക്കൊക്കെ വലിയ ആശ്വാസമാവേണ്ട ഒരു പദ്ധതി, ആ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിനെ തന്നെ വളരെ മോശമായ രീതിയിലാണ് ഇവിടെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇതിനെ വികലമാക്കി മാറ്റിയത്, അതിനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കി മാറ്റിയത്. ഏതായാലും നഗരസഭ പറയുന്നത് തങ്ങൾ ഈ പേര് തന്നെ നൽകും, ഈ ദിവ്യാംഗരായ കുട്ടികൾക്ക് അവർക്കൊരാശ്വാസമാവുന്ന നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഏതായാലും പോലീസ് ഇവിടെ ഇവർക്ക് ഇത്തരത്തിൽ ഈ അതിക്രമം നടക്കുന്ന സമയത്തൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു പോലീസ് ചെയ്തത്. ഇപ്പോഴും ഇവിടെ ഇവർ പ്രതിഷേധം നടത്തുന്നു, ഒരാളെ പോലും അറസ്റ്റ് ചെയ്ത് നിൽക്കുകയോ മറ്റ് നടപടികളിലേക്കോ ഒന്നും പോലീസ് ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഇതിനെ എങ്ങനെ കൈയും കെട്ടി നോക്കി നിന്നതും തീർച്ചയായും അത് എന്തുകൊണ്ടാണ് എന്ന് അറിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പോലും ഇത്രയും അതിക്രമങ്ങൾ നടത്തിയിട്ടും ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുകയോ മറ്റോ ഒന്നും ചെയ്യുന്നില്ല പോലീസ് എന്നുള്ളതും ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു പ്രതിഷേധമൊന്നും അവർ വിലവെക്കുന്നേ ഇല്ല എന്നുള്ളതാണ് നഗരസഭ ചെയർപേഴ്സൺ ആയാലും വൈസ് ചെയർമാൻ ആയാലും ഒക്കെ പറഞ്ഞത്. തങ്ങൾ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇവിടെ ദിവ്യാംഗരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കെട്ടിടം, അവരുടെ നൈപുണ്യ വികസന കേന്ദ്രം, അത് ഉയരുക തന്നെ ചെയ്യും. അതിന് ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പേര് നൽകുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഈ പ്രതിഷേധങ്ങളുടെയൊക്കെ ഇടയിലും നഗരസഭ വ്യക്തമാക്കുന്നത്. അനു.